السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله مولانا العظيم. لكل شيء باب وباب العبادة الصوم. صدق رسوله الأمين. نفحة تأتي فرب تما تأتيك بعد إياس رحمة الله. إذا مهما لاقت فرجت لا تقنطن إذا من رحمة الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ കൊണ്ട് സമൃദ്ധമായ ആദ്യ പത്തിലെ 6ാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. ഈ ദിനങ്ങളിലൊക്കെയും ആദ്യ പത്തിൻ്റെ ദിനരാത്രങ്ങളിലൊക്കെയും നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദുആ ചെയ്യേണ്ടുന്നത്, ആ പ്രാർത്ഥന നമുക്കറിയാം. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. അഥവാ അല്ലാഹുവേ, നീ എന്നോട് കരുണ കാണിക്കണമേ. കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കാരുണ്യവാനായ അല്ലാഹുവേ, നീ എന്നോട് കരുണ കാണിക്കണമേ. വാസ്തവത്തിൽ ഈ പ്രാർത്ഥന പ്രത്യേകമായി റമളാനിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ആദ്യത്തെ 10 മാത്രം പരിമിതപ്പെടുത്തേണ്ടുന്ന, ഒതുക്കേണ്ടുന്ന ഒരു വിളിയോ ദുആയോ അല്ല. പിന്നെ അള്ളാൻ്റെ റഹ്മത്ത് മുൻനിർത്തി ചോദിക്കുക, അതില്ല, കഴിഞ്ഞു ആദ്യത്തെ. അങ്ങനെയില്ല. ഈ റമളാനിൻ്റെ നടുവിലത്തെ 10ലും അവസാനത്തെ 10ലും എന്ന് വേണ്ട, 12 മാസങ്ങളിലഖിലവും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തേജനം നൽകും വിധമാണ് ആദ്യത്തെ 10ൽ ഇത് ശക്തമായി നാം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിർത്തിവെക്കാനുള്ളതല്ല. കാരുണ്യവാന്മാരിൽ പരമകാരുണികനായ അല്ലാഹുവേ, നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന ദുആ സദാ നമ്മുടെ ഇടനെഞ്ചിൻ്റെ അകത്ത് നിന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷയോടെ ഉയർന്നു വരേണ്ട ദുആയാണ്. എന്തുകൊണ്ട്? റഹ്മത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ കരുണയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ഏക ആശ്വാസം. അല്ലാഹുവിൻ്റെ കരുണയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവിൻ്റെ കരുണയാണ് നമ്മുടെ സന്തോഷം. അല്ലാഹുവിൻ്റെ കരുണയാണ് നമ്മുടെ ഏക പിടിവള്ളി. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിൻ്റെ കരുണ കൊണ്ട് മാത്രമേ നമുക്ക് ഹിദായത്ത് കിട്ടുകയുള്ളൂ. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നാം ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ.
അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗം ലഭ്യമാവുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്, ഒരു സത്യസന്ധനായ പരമഭക്തനായ കറകളഞ്ഞ സത്യവിശ്വാസിയായ ഒരു അടിമ അമലുകളുടെ കൂമ്പാരങ്ങളുമായി മരിച്ചു ചെന്ന് അള്ളാഹുവിൻ്റെ മുമ്പാകെ ചെന്നെത്തിയാൽ പാപങ്ങളിൽ നിന്നൊക്കെയും പശ്ചാത്തപിച്ച് അക്കൗണ്ടിൽ പാപങ്ങളുടെ രേഖകൾ നോക്കുമ്പോൾ ശൂന്യമായി, ബ്ലാങ്കായി, പാപമുക്തനായി, അമലുകളുടെ, സുഹൃതങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളുമായി അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു ആ അടിമയോട് പറയുന്നത്, ഉദ്ഖുലിൽ ജന്നത ബിറഹ്മതി, എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോയിക്കൊള്ളുക എന്നാണ്. നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാനാവില്ല. ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, നിങ്ങളാരും ധരിക്കണ്ട, തെറ്റിദ്ധരിക്കണ്ട, വിചാരിക്കണ്ട, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ വഴി നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ വഴി അതുകൊണ്ട് മാത്രം നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് ആരും തന്നെ വ്യാമോഹിക്കേണ്ടതില്ല എന്ന പ്രസ്താവന കേട്ടപ്പോൾ പ്രഗൽഭരായ സ്വഹാബാക്കൾ ചോദിച്ചല്ലോ, വ അൻത യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ, പരിശുദ്ധമായ ഇബാദത്തുകൾ, അതുകൊണ്ട് തങ്ങൾക്ക് സ്വർഗം കിട്ടില്ലേ? ഞങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഞങ്ങളുടെ ഇബാദത്തുകളിലെ അപര്യാപ്തതകൾ, കുറ്റങ്ങൾ, കുറവുകളായിരിക്കാം അതിന് കാരണം. വ അൻത യാ റസൂലല്ലാഹ്, അങ്ങ് പോവൂലേ അങ്ങയുടെ സൽക്കർമ്മം കൊണ്ട്? ലാ വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും പോവൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മൂലധനമാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത്. അതുകൊണ്ടേ നമുക്ക് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവൂ, സമ്പത്തിൽ വളർച്ച ഉണ്ടാവൂ, ആരോഗ്യത്തിൽ നിലനിൽപ്പുണ്ടാവുള്ളൂ. ആഖിറത്തിലും എവിടെയും അതിൻ്റെ മൂലധനമാണ് റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ. അത് നമ്മൾ ആത്മാർത്ഥമായി നിരാശപ്പെടാതെ ചോദിക്കാം. മഹാനരായ മുഹിയുദ്ദീൻ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് സ്വന്തം മനസ്സിനോടാലപിച്ച കവിത കാണാം. സ്വന്തത്തോട് വാഴല്, യാ ഗുലാം ഇൽ നഫ്സക അവലൻ സുമ്മ ഇൽ ഗൈറക. ഇങ്ങനെയാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. ഞാൻ എന്നോട് ആദ്യം വഴല് പറയണം, എന്നിട്ട് നിങ്ങളോട് പറയാം. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് എന്നോട് പറയാണ്, അപ്പൊ നിങ്ങളൊക്കെ കേൾക്കുക, അല്ലാതെ നിങ്ങൾ ഉപദേശിക്കല്ല. അവിടത്തെ സ്വന്തം മനസ്സിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലാ തൈഅസീ നഫഹതൻ തഅതി ഫറുബ്ബതമാ തഅതീക ബഅദ ഇയാസിൻ റഹ്മത്തുല്ലാഹി. അല്ലയോ മനസ്സേ, ലാ തൈഅസീ നഫഹതൻ, എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ, കഷ്ടപ്പാടുകൾ വന്നാൽ ഒറ്റയടിക്ക് പെടുന്നതിന് നിരാശപ്പെടരുത് മനസ്സേ. എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക്, മുസീബത്തുകൾ വരുമ്പോഴേക്ക് പെട്ടെന്ന് നിരാശപ്പെടരുത് മനസ്സേ. തഅതി ഫറുബ്ബതമാ തഅതീക ബഅദ ഇയാസിൻ റഹ്മത്തുല്ലാഹി. ഒരു പക്ഷേ നീ നിരാശപ്പെട്ടതിന്റെ പിറകെയായിരിക്കും അള്ളാഹുവിന്റെ കരുണ വരുന്നത്. നീ നിരാശപ്പെടും, എന്നിട്ടായിരിക്കും പടച്ചോന്റെ റഹ്മത്ത് വരുന്നത്. ഇന്നശ്ശദാഇദ മഹ്മാലാഖത്തിൻ ഫറജത് ലാ തഖ്നതന്ന ഇദൻ മിൻ റഹ്മത്തില്ലാഹി.
ക്ലേശങ്ങളും ദുരിതങ്ങളും ആപൽഘട്ടങ്ങളും പ്രയാസങ്ങളും മേൽക്കുമേൽ വന്ന് നിന്നെ അത് വരിഞ്ഞു മുറുക്കി പൊട്ടിത്തകർന്നു പോയാലും ലാ തഖ്നതന്ന ഇദൻ മിൻ റഹ്മത്തില്ലാ. ചിലപ്പോ നീ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലായിരിക്കും, അപ്പോഴായിരിക്കും നിന്റെ കുടുംബത്തിൽ രോഗം വരുന്നത്, അപ്പോഴായിരിക്കും നിനക്ക് ദുരിതത്തിന്റെ മേലെ ദുരിതങ്ങൾ വരുന്നത്. ലാ തഖ്നതന്ന ഇദൻ മിൻ റഹ്മത്തില്ലാ. അങ്ങനെയൊക്കെ ആയാലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടരുതേ സ്വന്തത്തോട്. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബിനെ, റഹീമായ റബ്ബിനെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിരാശ കൂടാതെ വിളിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. എത്രത്തോളം അല്ലാഹു തരൂല്ല എന്ന് തീരുമാനിച്ച, അവന്റെ വിധിയിൽ ഇല്ല എന്ന് തീരുമാനിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും റഹ്മത്ത് മുൻനിർത്തി കാരുണ്യവാനായ അല്ലാഹുവിനെ മനസ്സിൽ കണ്ട് അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റഹീമീൻ എന്നറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നടക്കുക തന്നെ ചെയ്യും. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, ഇസ്രായേലി താരീഖിൽ കാണാം, ഒരു വന്ധ്യയായ സഹോദരി, സന്താന ഭാഗ്യമില്ലാത്ത ഒരു യുവതി ഒരു വേള കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, അങ്ങ് റസൂലാണ്, നബിയാണ്, കലീമുള്ളയാണ്, അള്ളാഹുവുമായി സംസാരിക്കുന്ന പ്രവാചകരാണ്. അതുകൊണ്ട് ഇനി മുനാജാത്തിന്റെ വേള വരുമ്പോ, ഉടയ തമ്പുരാനുമായി സംവദിക്കുമ്പോൾ പാവപ്പെട്ടവളായ എന്റെ കാര്യം ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി, എനിക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. മൂസ അലൈഹിസ്സലാം ആ വസിയ്യത്ത് ഏറ്റെടുത്തു. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിന്റെ ഘട്ടം വന്നപ്പോ പടച്ച റബ്ബിനോട് പറഞ്ഞു, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ല, അള്ളാഹുവേ അവർക്ക് നീ സന്താനം കൊടുക്കണം. ഫഖാല അല്ലാഹ്, ദുആ വസിയ്യത്ത് പ്രകാരം അള്ളാഹുവിനോട് കുഞ്ഞിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അല്ലാഹു തിരിച്ചു മറുപടി പറഞ്ഞു, യാ മൂസ കതബ്തുഹാ അഖീമാ. എങ്ങനെ അവൾക്ക് കുഞ്ഞിനെ കൊടുക്കുക മൂസ? കതബ്തുഹാ അഖീമാ, ലൗഹുൽ മഹ്ഫൂദിൽ, എന്റെ വിധികൾ രേഖപ്പെടുത്തി വെച്ച റെക്കോർഡിൽ ഞാൻ അവളെ കുറിച്ച് എഴുതിയത് കതബ്തുഹാ അഖീമാ, അവൾ വന്ധ്യയാണ്, കുഞ്ഞില്ല എന്നാ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ മൂസാ നബി തുടർന്നൊന്നും പറയാൻ നിന്നില്ല, അതിൽ നിന്ന് വിരമിച്ചു പോന്നു. അടുത്ത ദിവസം ഈ പെണ്ണ് വരികയാണ്, അള്ളാഹുവിന്റെ വിധി ആ സഹോദരിയെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നതാണ് വിധി, അതുകൊണ്ട് ഇനി മെനക്കെട്ടിട്ട് കാര്യമില്ല. അവർ നിരാശപ്പെടാതെ പ്രതീക്ഷയോടുകൂടെ വീണ്ടും പറയുന്നു, അള്ളാഹു എനിക്ക് കുഞ്ഞുങ്ങളെ തരുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആ തീരുമാനത്തിന്റെ രേഖ മാറ്റാൻ എനിക്കാവില്ലല്ലോ, അവന്റെ വിധി മാറ്റിമറിക്കാൻ താങ്കൾക്കാവില്ലല്ലോ, വിധി എഴുതി വെച്ച അവൻ തന്നെ തിരുത്തി എഴുതണമല്ലോ, അതിനവന് കഴിയുമല്ലോ, അതുകൊണ്ട് ദുആ ചെയ്യാം. കരുണ മുൻനിർത്തി റസൂലുള്ള പറഞ്ഞു, ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആഉ, അല്ലാഹുവിന്റെ വിധി മാറ്റാൻ ദുആ കൊണ്ടേ സാധിക്കൂ. ദുആ കൊണ്ട് അല്ലാഹു വിധി മാറ്റും. സ്വഹീഹായ ഹദീസാണത്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടുന്നില്ല ഞാൻ. അങ്ങ് ഒന്നുകൂടെ മുനാജാത്തിന്റെ വേളയിൽ എന്റെ കാര്യം ഒന്നുകൂടെ പറയണം, നിരാശപ്പെടൂല്ല ഞാന്. രണ്ടാമത് മുനാജാത്തിന്റെ വേളയിൽ ഈ സഹോദരിയുടെ വീണ്ടുമുള്ള ദുആ വസിയത്ത് അള്ളാഹുവിനോട് പറഞ്ഞു. ആ പെണ്ണ് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കൊതിക്കുന്നു. അള്ളാഹു നേരത്തെ വിധി ഓർമ്മപ്പെടുത്തി. മൂസാ നബി വിട്ടു, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2 തവണ തന്നോട് ദുആ വസിയത്താക്കിയ, ഒരിക്കലും നിരാശ പൂണ്ട് ജീവിക്കാത്ത, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന മുസ്ലിമത്തായ മുഅ്മിനത്തായ ആ സഹോദരി ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത്
മൂസ അലൈഹിസ്സലാമിൻ്റെ മുന്നിലേക്ക് വരുന്നു. മൂസാ നബി വിചാരിച്ചു അത് അനിയത്തിൻ്റെ കൊച്ചായിരിക്കും, ബ്രദറ കൊച്ചായിരിക്കും. ലിമൻ ഹാദ ത്വിഫിൽ, ഈ കുട്ടി ആരെ കുഞ്ഞാ? ഹുവ ത്വിഫ്ലി റസഖനില്ലാഹു ബിഹി, ഇതെന്റെ കുഞ്ഞ് തന്നെയാണ്, അല്ലാഹു എനിക്ക് തന്ന എന്റെ കുഞ്ഞ് തന്നെയാണ്. മൂസാ നബി ഫകല്ലമ മൂസാ റബ്ബഹു, പടച്ചോനായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, യാ റബ്ബി കതബ്തഹ അഖീം, അഖീമ 2 തവണ ഞാൻ നിന്നോട് ചോദിച്ചപ്പോ കുഞ്ഞില്ല, അവൾ വന്ധ്യയാണ് എന്ന് രേഖയിലുണ്ട് എന്നല്ലേ പറഞ്ഞത്. എന്താ പല ഇടപാട്? എന്നെ നാണം കെടുത്തുകയാണോ അള്ളാനോട്? ഫകല്ലമ മൂസാ റബ്ബഹു യാ റബ്ബി കതബ്തഹ അഖീമ, ഇപ്പൊ എന്താ ഒരു കുഞ്ഞ്? അള്ളാഹു പറഞ്ഞു, ബല, വിധിയിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വലാകിന്നഹാ ഖാലത് മിറാറാ യാ റഹീം യാ റഹീം യാ റഹീം, വിധിയിൽ കുഞ്ഞില്ല, വന്ധ്യയാണ് എന്നത് തന്നെയായിരുന്നു. പക്ഷേ ഇവൾ പ്രതീക്ഷയോടെ എന്നെ വിളിച്ചു. എന്ത് വിളിച്ചു? യാ റഹീം, പരമദയാലുവേ, പരമദയാലുവേ, കാരുണ്യവാനേ എന്ന് നിരന്തരം വിളിച്ചു നടന്നു. ഫസബഖത് റഹ്മതി ഖുദ്റതി, എന്റെ കരുണ റഹീമേ എന്ന വിളി, ആ വിളി ആവർത്തിച്ചപ്പോൾ എന്റെ കാരുണ്യം മുൻകടന്നു, ഓവർടേക്ക് ചെയ്തു, എന്റെ വിധിയെ മറികടന്നു, ഞാൻ എന്റെ തീരുമാനത്തെ എന്റെ കാരുണ്യം മറികടന്നു, ഞാൻ കുഞ്ഞിനെ കൊടുത്തു. എന്താണ് ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ളത്? യാ റഹീം, ഇതിന് കുറച്ചുകൂടെ പവർ കൂടും. റഹ്മാൻ, റഹീം, രണ്ടും അള്ളാന്റെ കരുണ അർത്ഥം വരുന്ന സിഫത്തുകളാണ്, നാമങ്ങളാണ്. റഹീമിന് ഒന്നുകൂടെ പവർ കൂടും. നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം റഹ്മാൻ, അനുസരിച്ചാലും ഇല്ലെങ്കിലും ഈ ലോകത്ത് കരുണ ചെയ്യുന്നവൻ റഹ്മാൻ. റഹീം, അനുസരിച്ചവർക്ക് സ്പെഷ്യലായി പരലോകത്ത് കരുണ ചെയ്യുന്നവൻ. ഈ അർത്ഥം ശരിയാണ്. ഇതോടൊപ്പം മുഹഖ്ഖിഖുകൾ ഇതിനൊരു സ്പെഷ്യൽ അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. എന്താണത്? റഹ്മാൻ എന്നത് കാരുണ്യവാൻ എന്ന് തന്നെ, പക്ഷേ അത് ശിക്ഷ കലർന്ന കാരുണ്യം, ശിക്ഷ കലർന്ന കാരുണ്യം. റഹീം, ശിക്ഷയുടെ കലർപ്പില്ലാത്ത മഹ്ളൻ റഹ്മത്ത്, മതിച്ച തനിച്ച കാരുണ്യമാണ് റഹീം എന്ന വാക്കിനർത്ഥം. വെറും കരുണയുള്ളവനെ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ കലർപ്പുള്ള കാരുണ്യം. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. പുള്ള ഒരു കുസൃതി കാണിച്ചു, കെട്ടിയോൾ ഒരു മുട്ട് കൊടുത്തു, ഒരു മുട്ട് കൊടുത്തു. എന്തിനാ? കുഞ്ഞ് ചാകാൻ വേണ്ടിയിട്ടാണോ ആ മുട്ട്? ആണോ? കുഞ്ഞ് കുസൃതി കാണിച്ചപ്പോ ഒരു കൊട്ട്, ഒന്ന് വേദനിപ്പിച്ചു കുഞ്ഞിനെ. അത് ശിക്ഷ കലർന്ന കാരുണ്യാണ്. കരുണയാണത്. എന്റെ കുഞ്ഞ് റൂട്ടിൽ വരട്ടെ എന്നുള്ള കരുണയുണ്ടാണ് ആ വേദനിപ്പിച്ചത്. അപ്പോ ഇത് കണ്ട തന്ത വാപ്പ പുള്ളനെ ചെന്ന് ഓമനത്വത്തോടെ വാരിയെടുത്തിട്ട്, അവള് എൻ്റെ പുള്ളനെ തല്ലിയല്ലേ എന്നും പറഞ്ഞിട്ട് ആ കരച്ചിലൊക്കെ ആസ്വദിപ്പിച്ചിട്ട് ടൗണിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു. ഇവിടെ അടിയില്ല, ഇവിടെ വേദനിപ്പിക്കലില്ല. അത് മഹ്ളൻ കരുണൻ. തള്ള കാണിച്ചത് റഹ്മാനിയത്താണ്, ശിക്ഷ കലർന്ന കരുണൻ. ഉപ്പ കാണിച്ചത് റഹീമിയത്താണ്, മതിച്ച കരുണൻ. ഈ വിളിയാണ് പെണ്ണ് വിളിച്ചത്. യാ റഹീം, കുഞ്ഞിനെ വേണമെന്നൊന്നും പറഞ്ഞില്ല, അത് മനസ്സിന്റെ അപേക്ഷ. യാ റഹീം, വലാകിന്നഹാ ഖാലത് യാ റഹീം യാ റഹീം യാ റഹീം, ഞാൻ എന്റെ വിധി അങ്ങ് മാറ്റി, എന്റെ കാരുണ്യം മുൻകടന്നു, ഞാൻ കുഞ്ഞിനെ കൊടുത്തു എന്ന് അല്ലാഹു വഹയി കൊടുക്കുകയാണ്. നമ്മള് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ ഇമാമ് ചൊല്ലിത്തരും, നമ്മൾ ഉറങ്ങി തൂങ്ങി പോരാ. അത് ഈ 10 മാത്രം പോരാ, റമളാൻ മുഴുവൻ വേണം, പിന്നെയും വേണം. ഇവിടുന്ന് വരണം, ഇടനെഞ്ചിൽ നിന്ന് വരണം. എന്ത് കേസും സോൾവ് ആവും. അതാണ് ഈ ചരിത്രം. നമുക്ക് മാത്രല്ല ഈ വിളി കൊണ്ട് റഹ്മാനെ റഹീമേ എന്ന് മനസ്സിൽ തട്ടി വിളിച്ചാല് ആ വിളി കേട്ടിട്ട് നമുക്ക് മാത്രല്ല റഹ്മത്ത് തരിക, ഖബറിൽ കിടക്കുന്ന പൊന്നുപ്പാക്ക് കിട്ടും അതിന്റെ തണുപ്പ്, പൊന്നുമ്മാക്ക് കിട്ടും അതിന്റെ തണുപ്പ്. ഇമാം റാസി റഹ്മത്തുള്ള
ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ള വിശ്വപ്രസിദ്ധ തഫ്സീറിൽ മുസ്ലിം ലോകം പരക്കെ അംഗീകരിക്കുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീറിൽ ഇമാം റാസി അള്ളാഹുവിന്റെ റഹ്മത്ത് വിശദീകരിക്കുന്നിടത്ത് ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്താ സംഭവം? റഹ്മാനെ റഹീമേ, ഈ വിളിയോണ്ട് നമുക്ക് മാത്രല്ല നമ്മുടെ കുടുംബത്തിനും ഗുണം കിട്ടും. മർറ ഈസ അലൈഹിസ്സലാം ബി ഖബരിൻ, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ഒരു ഖബറിന്റെ ഓരത്ത് കൂടെ നടന്നു പോവാൻ. ഫറആ മലായികതൽ അദാബി യുഅദ്ദിബൂനഹു, ഖബറിന്റെ ഓരത്ത് കൂടെ നടന്നു പോകുമ്പോ ഒരു ഖബറാളിയെ ശിക്ഷിക്കുന്നുണ്ട്. അദാബിന്റെ മലക്കുകൾ നല്ല അടിയടിക്കുന്നുണ്ട്, പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. ഇത് കാണുകയാണ്. ഇത് കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കണ്ടത് സ്വഹീഹുൽ ബുഖാരി മുസ്ലിം എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടല്ലോ. ഏഷണിക്കാരനും വൃത്തിയില്ലാത്തവനും ശിക്ഷിക്കപ്പെടുന്നത് ഭൂമിയുടെ പുറന്തോടിൽ നിന്ന് കണ്ടത് ഈസാ അലൈഹിസ്സലാം കണ്ടു. ഈസാ അലൈഹിസ്സലാം അത് കണ്ടങ്ങനെ തന്റെ ലക്ഷ്യത്തിലേക്ക് പോയി. കുറെ നാളുകൾ കഴിഞ്ഞ് അതേ വഴിക്ക് ഈസാ അലൈഹിസ്സലാം മടങ്ങി വന്നപ്പോൾ മുമ്പ് ശിക്ഷിക്കപ്പെട്ട ആ ഖബറിന്റെ ചാരത്തെത്തിയപ്പോ ഫറആ മലായികത്തർ റഹ്മാ, അങ്ങോട്ട് പോയ രംഗമല്ല തിരിച്ചു വന്നപ്പോൾ കണ്ടത്. അനുഗ്രഹത്തിന്റെ മലക്കുകൾ ആ ഖബർവാസിയെ ആശ്വസിപ്പിക്കുകയും ആനന്ദം പകരുകയും സന്തോഷം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന രംഗമാണ് തിരികെ വന്നപ്പോൾ ഈസാ അലൈഹിസ്സലാം കണ്ടത്. ഇതെന്ത് പുതുമ! ഫതഅജ്ജബ മിൻ ദാലിക്, ഈസാ അലൈഹിസ്സലാം ആശ്ചര്യപ്പെട്ടു. ഫതലബ മിനല്ലാഹി കശ്ഫ ഹാലിഹി, അല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ ഈ കണ്ടതിന്റെ രഹസ്യം എന്താ പടച്ചോനെ? അദ്ദേഹം നേരത്തെ ശിക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ ഇതാ അനുഗ്രഹിക്കപ്പെടുന്നു. എന്താണ് ഇതിന്റെ സിർ, രഹസ്യം എന്താണ്? അള്ളാഹുവിനോട് തേടി. അള്ളാഹു വിവരം കൊടുത്തു. യാ ഈസാ കാന ദാലികൽ അബ്ദു ആസിയാ വമുദ് ഹുവ മാത കാന മഹ്ബൂസൻ ഫീ അദാബി. ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തി വെക്കുന്നു, ഇദ്ദേഹം ഒരു പാപിയായ മനുഷ്യനായിരുന്നു. ആള് സത്യവിശ്വാസിയാണെങ്കിലും തെമ്മാടിയായി ജീവിച്ച ആളായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ മരിച്ചിട്ട് സ്വന്തക്കാരി കുഴിമാടത്തിൽ ഇറക്കി വെച്ച അന്ന് തൊട്ട് ഏതാണ്ട് നിങ്ങൾ കണ്ട കാലം അതിന് പിറകെയുള്ള ഒരു സമയം വരെ അദ്ദേഹം ശിക്ഷയിൽ ബന്ധിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഖബർ ഒരു ജയിലറ തന്നെയായിരുന്നു ഈസാ നബിയെ. പക്ഷേ അദ്ദേഹം മരിക്കുന്ന ദിവസം ഭാര്യ ഗർഭിണിയായിരുന്നു. മരണാനന്തരം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിധവയായ ഇവന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ ആൺകുഞ്ഞിന് വകതിരിവായി. എട്ടും പൊട്ടും തിരിച്ചറിയുന്ന സമയമെത്തിയപ്പോ, പ്രായമായപ്പോ ഈ യതീമായ കുഞ്ഞിനെ ഇയാളുടെ വിധവയായ ഭാര്യ വേദം പഠിപ്പിക്കാൻ ഗുരുനാഥന്റെ സമക്ഷത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഗുരുനാഥൻ ആദ്യമായി പഠിപ്പിച്ചതും കുഞ്ഞു പഠിച്ചതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പവിത്രമായ വാക്യമായിരുന്നു. ഇത് നമുക്ക് മാത്രമല്ല ബിസ്മി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലോടിയത് ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ. ലോകം മടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പവറ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് അന്നേണ്ട് ഈസാ നബിയുടെ കാലത്തുണ്ട് ആ തിരുനാമം. ആ രണ്ട് അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ നാമങ്ങൾ ഉൾക്കൊണ്ട ബസ്മലത്ത്. ഗുരുനാഥൻ പഠിപ്പിച്ചതും കുഞ്ഞു പഠിച്ചതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതായിരുന്നു ഈസാ. അങ്ങനെ ആ കുഞ്ഞ് ബിസ്മി പഠിച്ചപ്പോൾ കൊച്ചു കുഞ്ഞ് നിരന്തരം ആവർത്തിച്ചു ചൊല്ലി ഓതിക്കൊണ്ടിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഇളം ശബ്ദത്തിൽ ആ കുരുന്ന് എന്റെ അനുഗ്രഹത്തിന്റെ റഹ്മത്ത് ഉൾക്കൊള്ളുന്ന നാമങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ടപ്പോൾ
ഫസ്തഹിയൈതു മിൻ അബ്ദി അൻ ഉഅദ്ദിബഹു ഫീ ബത്നിൽ അർളി വവലദുഹു യദ്കുറു ഇസ്മി ഫീ ലഹരിഹാ. ആ കുഞ്ഞ് ബിസ്മി ഇങ്ങനെ ആവർത്തിച്ചപ്പോ, റഹ്മാൻ റഹീം എന്ന എന്റെ നാമങ്ങൾ നിരന്തരം ആവർത്തിച്ചപ്പോ എനിക്ക് ലജ്ജയുണ്ടായി, എനിക്ക് നാണക്കേടുണ്ടായി. ഈ മനുഷ്യനെ ഭൂമിയുടെ അകത്തുള്ള അറയിലിട്ട് ശിക്ഷിക്കുന്നത് എനിക്ക് നാണമുണ്ടായി. വവലദുഹു യദ്കുറു ഇസ്മി ഫീ ലഹരിഹാ. ഈ മനുഷ്യന്റെ കുഞ്ഞ് ഭൂമിയുടെ വെളിയിൽ ഇരുന്നു കൊണ്ട് എന്റെ റഹ്മത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനെ റഹീമേ എന്നാ കുഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുഞ്ഞിന്റെ പിതാവിനെ ഖബറിലിട്ട് ശിക്ഷിക്കുന്നത് നാണമായി. ഞാൻ ആ ഏർപ്പാട് നിർത്തിച്ചു, ഞാൻ മാപ്പ് കൊടുത്തു. ഈ ആദ്യത്തെ 10 നമുക്ക് നൽകുന്ന പാഠം, പടച്ചവന്റെ കരുണ അതാണ് നമ്മുടെ മൂലധനം. ഇവിടെ മാത്രം റഹ്മത്ത് ചോദിച്ച് ഇവിടെ മാത്രം ദ്വാരക്കുള്ളതല്ല. എന്നും എപ്പോഴും എല്ലാ പ്രാർത്ഥനയുടെയും ബേസ്, ഉത്തേജനം, കരണ്ട് ഇതാണ്. റഹ്മത്തിലൂടെയാണ് എന്തും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാഹുവേ, അല്ലാഹുമ്മർഹംനാ യാ അർഹമർ റഹീമീൻ. ഞങ്ങൾക്കൊക്കെ നിന്റെ റഹ്മത്ത് നൽകണമേ, ഞങ്ങളിലേക്കൊക്കെ നീ കരുണ ചൊരിക്കണമേ റബ്ബേ. പരിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ നോമ്പ് പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം ലോകം മൊത്തം വ്രതാനുഷ്ഠാനത്തിലാണ്. ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമുക്ക് ബോധം വേണം. എന്താണ് ഈ നോമ്പ്, എന്തിനാണ് ഇതൊരു പട്ടിണി മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നോമ്പ് പിടിക്കുമ്പോൾ ഓരോ വർഷവും നമുക്ക് ഈ കൃത്യമായ ഒരു ധാരണ വേണം. എന്താണിത്, ഞാൻ ഈ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഉത്തരം നമ്മുടെ മനസ്സിൽ കിടക്കണം. ലക്ഷ്യബോധത്തോടുകൂടെ വേണം നമ്മൾ നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. വാസ്തവത്തിൽ ഇത് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാനുള്ള ഒരു ത്യാഗമാണ്. നോമ്പിൻ്റെ ഫലമായി അള്ളാഹു പറഞ്ഞത് തഖ്വയാണല്ലോ. നോമ്പ് കൊണ്ട് കിട്ടാനിരിക്കുന്നത് തഖ്വയാണ്, ജാഗ്രതയുള്ളവരായി മാറുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അതൊന്ന് വിശദീകരിച്ചു പറഞ്ഞു തന്നു. ലികുല്ലി ഷൈഇൻ ബാബുൻ, എല്ലാത്തിനും ഒരു കവാടമുണ്ട്, ഒരു എൻട്രൻസ് ഉണ്ട്. വീടിനുണ്ടൊരു വാതില്, വാഹനത്തിനുണ്ടൊരു വാതില്. ലികുല്ലി ഷൈഇൻ ബാബുൻ, മനുഷ്യന്റെ അകത്തേക്ക് ഭക്ഷണം ഇറങ്ങാനുണ്ടൊരു വാതില്. അതിന് മതിൽ കെട്ടിയ പൽനിരകളും സുരക്ഷിതമായ ഒരു പാറാവുകാരൻ നാക്ക്, വേണ്ടാത്തത് തള്ളിക്കളയാൻ അല്ലേ? വേണ്ടാത്തവൻ വന്നാൽ രുചി മോശമായാൽ എന്തൊക്കെ സംവിധാനം ഇവിടെയുണ്ട്. മനുഷ്യനുണ്ട് വാതില്. ലികുല്ലി ഷൈഇൻ ബാബുൻ വബാബുൽ ഇബാദാ. അല്ലാഹു ഇഷ്ടപ്പെട്ടവനായി മാറിയിട്ട് പടച്ച തമ്പുരാൻ പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കോട്ടയാണ് ഇബാദത്ത്. അല്ലാഹു തൃപ്തിപ്പെട്ടത് പറയുക, ചിന്തിക്കുക, ചെയ്യുക, അത് ചെയ്യുന്ന ആളുകൾക്കുള്ള കോട്ടയാണ് ഇബാദത്ത്. ആ കോട്ടയിലേക്കുള്ള എൻട്രൻസ് വബാബുൽ ഇബാദ, അല്ലാഹു ഇഷ്ടപ്പെട്ടത് ചെയ്യാനാകുന്ന ലോകത്തേക്കുള്ള കവാടം അസ്സൗം, അതാണ് നോമ്പ്. നമ്മളിപ്പം മോശമായിരിക്കാം, നമ്മളെ ചിന്ത റോങ് ആയിരിക്കാം, പ്രവർത്തനങ്ങൾ റോങ് ആയിരിക്കാം. പക്ഷേ നോമ്പ് ആത്മാർത്ഥമായി ഈമാനൻ വഹ്തിസാബൻ, സത്യസന്ധമായി വിശ്വാസത്തോടെ ആത്മാർത്ഥമായി പട്ടിണി കിടന്ന് ദാഹം സഹിച്ച് ഉപവസിച്ചാൽ അല്ലാഹു അവനിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. മുഅ്മിനീങ്ങളെ, സ്വഹാബി വര്യനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പ്രമുഖരായ സ്വഹാബിയാണ്, പണ്ഡിതരായ സ്വഹാബിയാണ്, മുത്ത് റസൂലിന്റെ നീണ്ട സഹവാസം കിട്ടിയ സ്വഹാബിയാണ് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അവിടുന്ന് കുടുംബസമേതം ഒരു യാത്രയിലാണ്, മരുഭൂമിയിലൂടെയുള്ള യാത്ര. വഴിയിൽ വെച്ചവർ കൊള്ളയടിക്കപ്പെട്ടു, കൊള്ളക്കാര് ചാടി വീണു വന്നു. അവരുടെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ മാത്രമല്ല, വസ്ത്രം മാത്രമല്ല, ഭക്ഷണം പോലും കൊള്ളക്കാർ പിടിച്ചു പറിച്ചു. എന്നിട്ട് കൊള്ളക്കാര് ചെയ്തതെന്താ?
സുഹൈൽ റളിയല്ലാഹു അൻഹുവിന്റെയും കുടുംബത്തിന്റെയും മുന്നിലിരുന്നിട്ട് അവരുടെ ഭാണ്ഡക്കെട്ടിൽ നിന്നെടുത്ത ആഹാരങ്ങള് അവരെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് വെട്ടി വിഴുങ്ങാണ്, ഭക്ഷണം കഴിക്കുകയാണ്. പിടിച്ചെടുത്ത ഭക്ഷണം കൊള്ളക്കാര്. നോക്കുമ്പോൾ കൊള്ളത്തലവനായ വ്യക്തി ഈ ഭക്ഷണത്തിലേക്കൊന്നും ശ്രദ്ധിക്കാതെ തൊട്ടപ്പുറത്ത് മാറി ഏകനായിരിക്കുന്നു. സുഹൈൽ റളിയല്ലാഹു നോക്കുമ്പോ എല്ലാരും നല്ല വിശപ്പുണ്ട്. അന്നൊക്കെ ഈ കൊള്ളക്കാര് ഭക്ഷണമൊക്കെ തന്നെയാണ് മോഷ്ടിച്ചിരുന്നത്, പട്ടിണിയുള്ള കാലല്ലേ. കൊള്ളത്തലവൻ മാറി നിൽക്കുകയാണ്, ഇതിൽ നിന്നൊന്നും ആഹാരം കഴിക്കണില്ല. സുഹൈൽ റളിയല്ലാഹുവിനെ അന്വേഷിച്ചിട്ട് അയാൾ ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട്, എന്തപ്പോ നിങ്ങളും അവരൊക്കെ ഞങ്ങളെ പിടിച്ചു പറിച്ച് കഴിക്കും, എന്താ നിങ്ങൾ കഴിക്കാത്തത്? കൊള്ളത്തലവൻ പറഞ്ഞു, ഇന്ന് വ്യാഴാഴ്ചയാ. എന്താ വ്യാഴാഴ്ചയാണെങ്കിൽ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കാറുണ്ട്. ആര്? ഈ കള്ളനെ, കള്ളന്മാരുടെ തലവൻ. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്. സുഹൈൽ എന്നവര് ചോദിച്ചു, നോമ്പോ? അതേ. അത്തുറുകു ബൈനി വബൈന റബ്ബി ബാബാ ഹത്താ അദ്ഖുല ഫീഹി യൗമൻ മാ. ഗതികേടുകൊണ്ട് ഞാൻ കൊള്ളിയും കൊലയും മോഷണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പടച്ച തമ്പുരാനിലേക്കൊരു വാതില് ഞാൻ ഒഴിച്ചിട്ടിരിക്കുകയാണ്, നോമ്പ്. പടച്ചോനിലേക്ക് എന്നെങ്കിലും ആ നോമ്പാകുന്ന വാതിലിലൂടെ ഞാൻ കയറിയിട്ട് അള്ളാന്റെ അടുത്ത് ഞാൻ എത്തും എന്നൊരു പ്രതീക്ഷ. യൗമമ്മ, ഏതെങ്കിലും ഒരു ദിവസം ഈ നോമ്പുകൊണ്ട് അള്ള എന്നെ നന്നാക്കും, ഈ കളവും പിടിച്ചു പറയുന്നൊക്കെ മാറ്റിയിട്ട് നന്നാക്കും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്നത്. സ്വഹാബിയായ സുഹൈൽ റളിയല്ലാഹു അൻഹു അത്ഭുതം, വല്ലാത്ത സന്തോഷം. പടച്ചോനെ, ഇവനും ഉണ്ടല്ലേ ഈമാൻ അല്ലാ. അവര് യാത്ര തുടർന്നു. ഈ സംഭവത്തിന്റെ ശേഷം 2-ാം വർഷത്തിൽ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയി. മക്കയിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ, മത്താഫിലൂടെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കെ ഒരു കാഴ്ച കണ്ടു. അന്ന് ആ കൊള്ളസംഘത്തിന്റെ തലവനായി നോമ്പ് പിടിച്ചിരുന്ന അയാളതാ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരയുന്നു. സുഹൈൽ റളിയല്ലാഹു അൻഹു തെറ്റിപ്പോയോ? ഇല്ലല്ല, നോക്കി, ശ്രദ്ധിച്ചു നോക്കി. അടുത്ത് ചെന്നപ്പോ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു, അത്തഅരിഫുനി യാ സുഹൈൽ, എന്നെ അറിയോ സുഹൈലെ? ഞാൻ അന്ന് പറഞ്ഞല്ലോ എന്റെ പടച്ചവനിലേക്ക് കയറിപ്പോകാൻ ഒരു വാതില്, അതാണ് എന്റെ നോമ്പെന്ന് പറഞ്ഞല്ലോ. ആ വാതിലിലൂടെ ഞാൻ റബ്ബിലെത്തി, ഞാൻ എന്റെ ഇടപാടൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ആരെങ്കിലും പരിശ്രമിച്ചാൽ, മുജാഹദ നടത്തിയാൽ, നമ്മുടെ മാർഗത്തിൽ ആരെങ്കിലും, നമുക്കായി നമ്മെ ചിന്തിച്ചാരെങ്കിലും മുജാഹദ നടത്തിയാൽ, മുജാഹദ എന്ന് പറഞ്ഞാൽ ശക്തമായ പരിശ്രമം. ഈ നോമ്പൊരു പരിശ്രമല്ലേ, മുജാഹദയുടെ ഭാഗല്ലേ. അത് ചെയ്താൽ ആള് നിലവിൽ മോശാണെങ്കിലും ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മിലേക്കുള്ള വഴികൾ ആ വ്യക്തികൾക്ക് നാം കാണിച്ചു കൊടുക്കും, ഹിദായത്ത് കൊടുക്കും, സ്വർഗത്തിലേക്കുള്ള വഴികൾ കാണിച്ചു കൊടുക്കും, നേരിലേക്കും നീതിയിലേക്കും ധർമ്മത്തിലേക്കുമുള്ള വഴി കാണിച്ചു കൊടുക്കും. ഇത്തരം ഇഹ്സാനുകൾ ചെയ്യുന്നവർ, ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ള നമ്മെ കാണുന്നു. ഈ കൊടുംചൂടില് ഫുഡ് കഴിച്ചാൽ നാട്ടുകാർ കാണൂല, കെട്ടിയോളിയും കബളിപ്പിക്ക, വല്ല മാപ്പിളന്റെ ഹോട്ടലിലും പോയിട്ട് സ്വകാര്യമായിട്ട് ഫുഡ് അടിക്ക, ആരും കാണൂല. പക്ഷേ ഇഹ്സാനിന്റെ ഭാഗമായി അതിന് പോയില്ല. ഇഹ്സാൻ, അള്ള എന്നെ കാണുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂലെങ്കിലും പടച്ചോൻ. ഈ ചിന്തയോടെ നോമ്പ് പിടിക്കുന്നവർ അത്തരം ആളുകളുടെ കൂടെ അല്ലാഹു ഉണ്ട്. ഈ നോമ്പുകൊണ്ട് കിട്ടുന്ന ഫലം എന്താ? തഖ്വ ആർജിക്കാം, സ്വബർ ആർജിക്കാം, ക്ഷമ പരിശീലിക്കാം, ഭയഭക്തി പരിശീലിക്കാം. ഇത് രണ്ടും പരിശീലിച്ചാ പിന്നെന്താ ഉണ്ടാകുക? ഖുർആനാ പറയുന്നത്, അല്ലാഹു മുത്തഖികൾക്ക് കൂട്ടുണ്ട്. അല്ലാഹു മുത്തഖികൾക്ക് കൂട്ട്, അല്ല കൂട്ട്. പിന്നെ ആര് കൂട്ട് വേണം? ഇന്നല്ലാഹ മഅസ്സാബിരീൻ,
നോമ്പിലൂടെ സ്വബർ പരിശീലിച്ച നിശ്ചയദാർഢ്യത, ക്ഷമ പരിശീലിച്ച വ്യക്തി, അവരെ കൂടെ അല്ലാഹു ഉണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ കൂടെ അല്ലാഹ് വേണം. അത് അല്ലാഹനെ കൂടെ കിട്ടും നമ്മൾ ആത്മാർത്ഥമായി പിടിച്ചാല്. ഈ കൊടും ചൂടത്ത് നോമ്പ് പിടിക്കുമ്പോൾ, കുംഭമാസത്തിൽ നോമ്പ് പിടിക്കുമ്പോൾ ആ നോമ്പിന് വീര്യം കൂടുതലാ, അതിന് ഫലം കൂടുതലാ, അതിന് പ്രതിഫലം അധികമാണ്. അതെ, നിങ്ങൾ എന്ത് കരുതിയത്? ചൂടുകാലത്ത് നോമ്പ്, വർഷക്കാലത്താണെങ്കിൽ കുറച്ച് സുഖമാണ് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. ശരിയല്ല. അത് നമുക്ക് ഏറ്റവും ഫലം തരുന്നത് ഈ സമയത്തെ നോമ്പാണ്. പുറത്തിറങ്ങുന്നവർക്കൊക്കെ അത്രമാത്രം ഫീലിംഗ് ഉണ്ടാകും, നോമ്പിൻ്റെതായ ഫീലിംഗ്. റസൂലുള്ള പറയുന്നുണ്ട്, മൻ അഅതശ നഫ്സഹു ലില്ലാഹി ഫീ യൗമിൻ ഹാരിൻ. കൊടും ചൂടത്ത്, കുംഭമാസം, മീനമാസത്തെ കൊടും ചൂടിൽ ഒരാൾ അവനെ പട്ടിണിക്കിട്ടു, ലില്ലാഹ്, ദാഹം അനുഭവിപ്പിച്ചു, അവന്റെ സ്വന്തം ശരീരത്തെ ദാഹവും പട്ടിണിയും അനുഭവിപ്പിച്ചു, ആസ്വദിപ്പിച്ചു, ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി, എങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹ് അയ്യുർബിയഹു യൗമൽ ഖിയാമ. മഹ്ശറയിലെ കൊടും ചൂടിൽ, കനത്ത ദാഹത്തിൽ മാനവ മക്കൾ നട്ടം തിരിയുമ്പോൾ ഇവരെ ദാഹം തീർക്കുന്ന ഉത്തരവാദിത്തം അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. എന്ത്? മഹ്ശറയിൽ ഇവരെ ദാഹം തീർക്കുന്നത് അല്ലാഹ് ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഇതിപ്പോ 12 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ ആയിക്കോട്ടെ, 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറയിൽ ദാഹം തീർക്കുന്ന ഉത്തരവാദിത്തം അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖളാ വീട്ടാറുള്ളത്, സുന്നത്ത് നോമ്പ് പിടിക്കാറുള്ളത് കൊടും ചൂട് നോക്കിയിട്ടായിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ ഖളാ ഉണ്ടെങ്കിൽ എന്താ പറയാ, പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പോൾ 6 or 7 നോമ്പ് ഉണ്ടാവുമല്ലോ, പോവുമല്ലോ. അപ്പൊ എന്താ പറയാ, അത് മഴക്കാലം വരട്ടെ എന്ന് പറയും. അങ്ങനെ പിടിച്ചാൽ വീടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോമ്പിന് ഫലം കൂടുതൽ കിട്ടാൻ, കാന അബൂബക്കറിൻ റളിയല്ലാഹു അൻ യസൂമു സ്വൈഫാ വയുഫ്തിറു ശിതാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നത്, ഖളാ വീട്ടിയിരുന്നത് കൊടും ചൂട് നോക്കിയിട്ട്. തണുപ്പ് കാലത്ത് സുന്നത്ത് നോമ്പൊക്കെ വിടും, വേണ്ട. കാരണം ഇനി ഫീലിംഗ് കുറവാണ്, ഫലം കുറവാണ്. കൃത്യമായി കാണാം. അഖറബുന്നാസി ഇലല്ലാഹി യൗമൽ ഖിയാമ മൻ ത്വാല ജൂഉഹു വഅത്ശുഹു ഖാല റസൂലുള്ളാഹി. അഖറബുന്നാസി ഇലല്ലാഹി യൗമൽ ഖിയാമ. ഇവിടുന്ന് അല്ലാഹുവിന്റെ അടുത്തവൽക്കാണ് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനോട് അടുക്കാൻ പറ്റുള്ളൂ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവർ ആരാ? മൻ ത്വാല ജൂഉഹു വഅത്ശുഹു. നീണ്ട പട്ടിണിയും നീണ്ട ദാഹവും അല്ലാഹുവിന്റെ മാർഗത്തിൽ സഹിച്ചവരാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബാക്കളും അല്ലാഹുവിലേക്ക് ദുനിയാവിലും ആഖിറത്തിലും അടുത്തവരാണ്. അവരേറ്റവും അധികം പട്ടിണിയും ദാഹവും സഹിച്ചവരാണ്, നോമ്പിലും അല്ലാതെയും. ബുഖാരിയിലെ ഹദീസിലുണ്ടല്ലോ, രാത്രി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. നമുക്ക് ഉറക്കം വരാതിരിക്കലുണ്ടല്ലോ രാത്രി, ചൂടായിട്ട് മൊബൈലിട്ട് കുറെ തോണ്ടി വെക്കും. അങ്ങനെ നമ്മളത് എന്താ കാരണം? നമ്മൾ ചൂട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് ചിന്തിച്ചതുകൊണ്ടാണ്. ഇതല്ല, രാത്രി വിരിപ്പിൽ കിടന്നിട്ട് ഉറക്കം വരാതെ. എന്താ ഉറക്കം നഷ്ടമാകാൻ കാരണം? വിശപ്പ്, അടിവയറിലെ ചൂട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിയിലിറങ്ങാണ്. മരുഭൂമിയുടെ മന്ദമാരുതരേറ്റുകൊണ്ട് കൂരിരുട്ടിലൂടെ അഷ്റഫുൽ ഖൽഖ് ഒട്ടിയ വയറുമായി നടന്നപ്പോ 2 ആളുകളുടെ രൂപം ഇരുട്ടിൽ കാണുന്നു. നോക്കി അടുത്ത് ചെന്ന് നോക്കുമ്പോ ഒന്ന് പ്രിയപ്പെട്ട അബൂബക്കറും ഒന്ന് പ്രിയപ്പെട്ട ഉമറും റളിയല്ലാഹു അൻഹുമാ. എന്തേ ഈ നേരത്ത് പുറത്തിറങ്ങി? ഖാല അൽ ജൂ യാ റസൂലല്ലാഹ്. വിശപ്പുകൊണ്ട് ഉറക്കരുന്നില്ല റസൂലേ. ഒട്ടിയ വയറ് പുറം ലോകം കാണാതിരിക്കാൻ കല്ല് വെച്ച് കെട്ടിയ മുത്ത് റസൂലും അരുമ സഖാക്കളും
ഒട്ടിയ വയറോടെ വിശപ്പറിഞ്ഞ വയറോടുകൂടെ അന്ത്യശ്വാസം വലിച്ച് റഫീഖുൽ അലയിലേക്ക് വഫാത്തായി പോയ മുത്ത് റസൂലുള്ളാഹ്. നമുക്ക് പട്ടിണി ഒന്ന് അനുഭവിക്കാൻ എവിടെ ചാൻസ് കൂട്ടരെ? വിശപ്പ് നമ്മൾ അറിയലുണ്ടോ? ഉണ്ടോ? പണ്ടുള്ളവരൊക്കെ വിശപ്പ് അറിഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് വിശപ്പ് അറിയാൻ ചാൻസ് ഇല്ല. ഈ 3-4 നേരം ഫുഡ് അടിക്കണോണ്ട് എവിടെ നമ്മൾ വിശപ്പറിയല്? അതുകൊണ്ട് പട്ടിണി ഒന്നറിയാൻ, ദാഹം ഒന്നറിയാൻ, അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ട. അള്ളാന്റെ മാർഗത്തില് അതിനുള്ള ഓപ്ഷൻ, അതിനുള്ള വഴിയാണ് ഈ നോമ്പ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ ആവുമ്പോ ഈ ദാഹം സഹിക്കുന്ന ഒരു ത്രില്ലുണ്ടാവും, പട്ടിണി സഹിക്കുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും. മോളെ ലേബർ റൂമിൽ കയറ്റിയേക്കുക, കെട്ടിയോളെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് കയറ്റിയേക്കാണ്. ലഞ്ചിന്റെ ടൈമാണ് കയറ്റിയത്, ഫുഡ് അടിച്ചിട്ടില്ല. ആ ഇരിപ്പ് അവിടെ ഇരുന്നു. ഏതുവരെ? വൈകുന്നേരം 5 മണി വരെ. ബന്ധുക്കൾ വിളിച്ചു കെട്ടിയോനെ, വാപ്പാനെ, ഏയ് അവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഹോസ്പിറ്റലിലെ ഫുഡ്, ഫുഡ് വേണ്ട, ഫുഡ് കഴിച്ചാൽ ഇറങ്ങും. ആ നേരത്ത് വിശപ്പ്, ആ നേരത്തെ വല്ല പ്രശ്നമായിരിക്കുമോ? അതൊരു ത്രില്ലായിരിക്കും ആ കരച്ചിൽ കേൾക്കാൻ, കുഞ്ഞിക്കാൽ കാണാൻ, അല്ലേ? ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാന്ന്, ചർച്ച ചെയ്യാൻ. ആ സമയത്ത് ഫുഡ് കഴിച്ചിട്ട് എന്ന് പറയും, അതിന്റെ തീരട്ടെ എന്ന് പറയും. ഇത് അള്ളാനെ തിരിഞ്ഞാല്, നോമ്പ് എന്താന്ന് തിരിഞ്ഞാല് ഇതൊരു ത്രില്ലായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് മൂലധനമായി നിന്റെ റഹ്മത്ത് സദാ ഞങ്ങളിലേക്ക് വർഷിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ തികച്ചും പാപികളാണ് അല്ലാ. പക്ഷേ ഞങ്ങളുടെ ഈ നോമ്പ് നിന്നിലേക്കുള്ളൊരു കവാടമായി നീ സ്വീകരിക്കണമേ റഹ്മാനെ.